ഇനി നമുക്ക് പടവലങ്ങ വിത്ത് എങ്ങനെയാണ് സീഡ്ലിംഗ് ട്രേയിലേക്ക് പാകുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറഞ്ഞൊരു 15 ദിവസം 10-12 ദിവസമെങ്കിലും മിനിമം മണ്ണെടുത്തിട്ട് മണ്ണിനകത്ത് കുറച്ച് മണ്ണ് കളക്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 ദിവസം എടുക്കാറുള്ളത്. 15 ദിവസം ട്രീറ്റ് ചെയ്യാൻ വെക്കണം. അത് ആ മണ്ണ് എടുത്തിട്ടാണ് ഈ ട്രേക്കകത്ത് ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കണം, നനയിപ്പിച്ച് വെക്കണം. അപ്പം നമ്മളിത് പടവലങ്ങയുടെ വിത്താണ്. നമ്മളിത് 24 മണിക്കൂർ മുമ്പ് നമ്മൾ ഇതിനകത്ത് സൂഡോമോണസിനകത്തിട്ട് മുക്കി വെച്ചിരുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ സൂഡോമോണസിനകത്ത് മുക്കി വയ്ക്കുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് നമ്മൾ ഒരു 24 മണിക്കൂറാണ് നല്ലത്. അത്രയും നേരം നമ്മളത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ലയിപ്പിച്ചവിടെ വെച്ചേക്കണം. 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ഒരു 6-7 മണിക്കൂറുകൾ മതിയാവും നമ്മൾ സൂഡോമോണസ് ലൈനിൽ മുക്കി വെക്കണം. അപ്പോൾ നല്ലത് നടാൻ പാകമായി. അത് കഴിഞ്ഞ് നമ്മൾ പടവലങ്ങ വിത്തെടുത്ത് നട്ട് തുടങ്ങാം. നമുക്ക് പടവലങ്ങ വിത്ത് നടുമ്പം നമ്മളത് കഴിയും നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടി കമത്തി നടണം, കിടത്തി നടന്നു. നേരെ കുത്തിയല്ല, ഇങ്ങനെ കിടത്തി നട്ടാൽ മതി. വെച്ച് കൊടുക്കാം ട്രെയിനിലേക്ക്. ഇതിനുകൊണ്ട് ലേശം മണ്ണും കൂടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കിടത്തി നടണം. ഇങ്ങനെ കിടക്കണമായിട്ട് ഇതിനകത്ത് അങ്ങനെ നട്ട് കൊടുക്കണം. നമ്മൾ പടവലം സീഡ്ലിംഗ് ട്രേക്കകത്ത് വെച്ചിട്ട് നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി എടുത്തല്ലോ. ഇനി നമുക്ക് മണ്ണിലേക്ക് ബെഡിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മളതിനെ ഇങ്ങനെ പതുക്കെ ആദ്യം നമ്മൾ നനച്ചു കൊടുക്കണം. ഈ ട്രേ നനച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകും. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ പറിച്ചെടുക്കണം. ഒരു വേര് പോലും നഷ്ടപ്പെടാതാണെങ്കിൽ അത്രയും നല്ലത്. വേര് നഷ്ടപ്പെടാതെ പറിച്ച് പതുക്കെ എടുത്തിട്ട് നമ്മൾ ബെഡിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പടവലത്തിൻ്റെ വിത്തുകളെല്ലാം ഇതിനകത്ത് പാകി മുളപ്പിച്ചല്ലോ. അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി. ഇനിയുള്ളത് നമ്മൾ ഇത്രയും വലുതായ സ്ഥിതിക്ക് നമ്മളത് എവിടത്തേക്ക് മണ്ണിലേക്കോ ഗ്രോ ബാക്കിലോ എന്തെങ്കിലും മാറ്റി തരണം. അത് നമ്മൾ ചെയ്യാൻ പോകും. നമ്മൾ ആദ്യം തന്നെ നനയ്ക്കണം. ഇതൊന്ന് ഈ ട്രേ നനയ്ക്കുമ്പോൾ തന്നെ ഇത് ലൂസായിട്ട് ഇങ്ങനെ പോരും പതിയെ. നിറയെ വേരുണ്ട്, അത്യാവശ്യം വേരൊക്കെ ഉണ്ട്. ഇത് നമ്മൾ മണ്ണിലേക്ക് നടാൻ പോവുകയാണ്. മണ്ണിലേക്ക് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഈ കാണുന്നത്. മണ്ണിലേക്ക് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മളിത് വലുതാകുമ്പോഴത്തേക്ക് അതിന് പന്തലിട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് പിന്നീട് ചെയ്യാം. തൽക്കാലം നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇത് എന്ത് വന്നാലും ശരി, എല്ലാ 10 ദിവസം തോറും നമ്മൾ മിനിമം 10 ദിവസം തോറും നമ്മൾ സൂഡോമോണസ് അടിച്ചു കൊടുക്കണം. പിന്നെ ഇതിനെ പടവലത്തിനെ ബാധിക്കുന്ന ഒരു ഇതുണ്ട്, ഫംഗസ് ഉണ്ട്. ഫംഗസ് ബാധയുണ്ടാകും പടവലത്തിന്. ഞാൻ പിന്നെ വളർന്നതിനകത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് കഴിഞ്ഞാൽ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. നമുക്ക് നിലവിൽ ഫംഗിസൈഡ് എന്ന് ഏറ്റവും നല്ലത്, വലിയ കുഴപ്പമില്ലാത്തത് ഇതാണ്, നമ്മുടെ സാഫ് എന്ന് പറഞ്ഞിട്ട് പൊടിയ സാഫ്. അത് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗസ് അങ്ങ് പൊക്കോളും. ഞാനിപ്പം മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ഈ പടവലം വളർന്നു വരുമ്പോഴത്തേക്കും മിക്കവാറും ആദ്യം വരുന്നൊരു ഫംഗസ് ആയിരിക്കും. ഫംഗസ് രോഗബാധ വരും. അത് ഇങ്ങനെയൊക്കെ ഇരിക്കും ഇലകൾ. ഫംഗസ് രോഗമാണിത്. ഇത് മാറാന്ന് വെച്ചാൽ ഇതിനാണ് നമ്മൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുന്നത്. സാഫ് എന്ന് പറഞ്ഞാൽ പൊടി വെള്ളത്തിൽ കലക്കി അടിച്ചു കൊടുത്താൽ മതി. 10 ദിവസം ഇന്നോട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും. ഇപ്പം ഞാൻ 3-4 ദിവസം അടിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ താനെ മാറിക്കോളും. ആ സമയാസമയത്ത് നമ്മൾ കായ്ക്കോ ഇതിനകത്ത് വരും. എനിക്ക് സത്യത്തിൽ എനിക്കിത് കിട്ടിയില്ല, കോളർ കിട്ടിയില്ല ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തൽക്കാലം വേറൊരു മാർഗ്ഗമില്ലാണ്ട് ഞാൻ ഇതിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വലിയ പടവലം വലുതായി വരുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതാ
പോയി വാങ്ങാൻ, മാർക്കറ്റിൽ പോയി വാങ്ങാൻ, കോളർ വാങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാം ഇത് തന്നെ. ഇങ്ങനെ തൽക്കാലം ഞാൻ ഇട്ടിരിക്കുകയാണ് ഇവിടെ. 2 ദിവസം ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങുന്നതാണ്. വാങ്ങിക്കൊണ്ടുവന്ന് ഇടും. ഇതാണ് തൽക്കാലം കൊണ്ട് പാടവലത്തിൻ്റെ ഷോർട്ടായിട്ടുള്ള വിവരണമാണ് ഞാൻ തന്നിരിക്കുന്നത്. താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ്.